ഈ നാടിന് അഭിമാനമായ ഒരു വ്യക്തിത്വത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അന്തസ്സോടെ സദാശിവമാര് നടന്നു ഇല്ലേ? അത് ഈ നാടിന് ഗുണകരമായി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി. ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വദേശാഭിമാനി എന്ന് പറഞ്ഞാൽ അഭിമാനിച്ചിരിക്കാം. പക്ഷെ വർത്തമാനം എന്ന് പറഞ്ഞാലോ തലയിലൊരു മുണ്ടിട്ട് ഏതൊരു മാളത്തിൽ കയറി ഒളിച്ചിരിക്കണം. എന്താ അവിടെ ജോലിക്ക് വന്ന മനുഷ്യന്മാരെ ഈ പറഞ്ഞതൊക്കെ. ആ മനുഷ്യരെ കൊണ്ട് വിജയ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചു ഇവര്. അതിന്റെ ലിസ്റ്റായത് ഞാൻ വായിച്ചില്ലേ? ഓരോരുത്തരും ഇനി വായിച്ച് തീർന്നിട്ടില്ല. രണ്ട് പേജ് നിറച്ചുണ്ട് കുഞ്ഞക്ഷരത്തില്, വലിയ അക്ഷരമൊന്നുമല്ല. അങ്ങനെ ഇത് വിജയ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചവര്. ഈ രൂപത്തില് വഞ്ചന നടത്തി, കരിഞ്ചന്ത നടത്തി ഈ നാട്ടിലെ അമുസ്ലിങ്ങളെ പോലും ബോധിപ്പിച്ച, തങ്ങളുടെ കഴിവ് തെളിയിച്ചവർ സക്കറിയ സലാഹി അതുപോലാന്ന് വിചാരിച്ചോ? മുജാഹിദുകളും അങ്ങനാന്ന് വിചാരിച്ചോ? നിങ്ങളെപ്പോലെ മുജാഹിദുകൾ എന്ന് വിചാരിച്ചോ? തെറ്റിദ്ധാരണയാണ്, അതൊഴിവാക്കണം. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ സാമ്പത്തിക ആരോപണം നടത്തി അതിന്റെ കത്ത് മോട്ടിച്ചോണ്ട് വരിക. കൊണ്ടടന്നോളി, തലക്ക് വെച്ചോളി, പരലോകത്ത് കൊണ്ടുവരുമ്പോ എടുക്കാൻ മറക്കണ്ട, അവിടെ വരുമ്പം കൊണ്ടുവന്നാ മതി. ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഈ ആദർശത്തിനെതിരെ, ഈ തൗഹീദിനെതിരെ, സുന്നത്തിനെതിരെ വളരെ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേലകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂല് പഠിപ്പിച്ച ആശയങ്ങളെ, ആദർശങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട്, താണ്ഡവമാടിക്കൊണ്ട് ഈ ആദർശത്തിനെതിരെ, തൗഹീദിനെതിരെ ഇവർ അടരാടുകയാണ്. ഒരു പക്ഷെ അറിയാതെ അതിൽ പെട്ടുപോയവരുണ്ടാകാം. ഇതെന്താണ് ഈ സാധനം എന്നറിയാതെ, എന്താണ് സംഭവിച്ചതെന്നറിയാതെ, എന്താണ് നടക്കുന്നതെന്നറിയാതെ ഈ പറയുന്ന മുല്ലമാരുടെയും അതുപോലെ ഇത്തരത്തിലുള്ള പ്രാസംഗികന്മാരുടെയും ഒക്കെ വിശദീകരണങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയവരുണ്ടാകും. ഏതായാലും മാന്യ സഹോദരങ്ങളെ, ഈ ദുനിയാവിന് വേണ്ടി ഒന്നിച്ചവരല്ല നമ്മൾ. നേരെ മറിച്ച് റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നും അവന്റെ മുന്നിൽ വിചാരണയുണ്ടെന്നും അവിടെ വിജയിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചവരാണ് നമ്മളെങ്കിൽ ആ ദീൻ, അല്ല പഠിപ്പിച്ച പ്രവാചകൻ നമുക്ക് കൈമാറിയ ദീൻ, അത് സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ആ മാർഗത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമാണങ്ങൾക്ക് മുൻതൂക്കം നൽകി, ഖുർആനിനും സുന്നത്തിനും മുൻതൂക്കം നൽകി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ചാഞ്ചാടാതെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മുത്തക്കുകളിൽ ഉൾപ്പെടാൻ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് ആ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്കെന്നോടും എന്റെ സഹോദരങ്ങളോടും പ്രത്യേകം ഉണർത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രവർത്തിക്കാനും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ആ മാർഗത്തിൽ ഷഹീദാകാനും റബ്ബിനു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പ്രത്യേക മുടത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അവന്റെ തൃപ്തിപ്പെട്ട ദാസന്മാരോടൊപ്പം നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله.